വേൾഡിൽ ടെക്നോളജി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും IT ഫീൽഡ്, എല്ലാ ഇൻഡസ്ട്രിയും IT ഫീൽഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് IT-യിലെ ചാൻസ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. എന്നാൽ നമുക്കിവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ IT പഠിക്കുന്ന പ്രൊഫൈലുകൾ അല്ല IT പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻട്രി ബാരിയർ ഭയങ്കര കൂടുതൽ. അപ്പോൾ IT-യിലോട്ട് കടക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും കാണുന്നത്. എന്നാൽ പ്രോട്ടോടൈപ്പ് നമ്മളോട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ IT-യിലെ പ്രധാന കാര്യമാണ് കോഡിലെ പ്രോഗ്രാമിംഗ് പഠിക്കുക എന്നുള്ളത്. ഇത് വളരെ ഈസിയാണെന്നും ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുമെന്നുള്ളതും മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് പോസിബിളാക്കി തരാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എൻട്രി ബാരിയർ ബ്രേക്ക് ചെയ്യാൻ മാത്രമല്ല IT ഫീൽഡിൽ നല്ലൊരു സ്കില്ല് സെറ്റ് ചെയ്യുന്നതിന് പുറമെ അത് കഴിഞ്ഞിട്ടൊരു ജോബ് കിട്ടണം, അല്ലെങ്കിൽ ഒരു നല്ല സാലറിയിലോട്ട് ജോബിലോട്ട് കയറണം, അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രോട്ടോടൈപ്പിലൂടെ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഈ ചാനലിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റുമോ. ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും പല ഫീൽഡിൽ നിന്നൊക്കെ ഈ ചാനലിലോട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കരിയറിൽ ബ്രേക്ക് വന്നു എന്നിട്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ വിഷയവും നമ്മൾ ഓൾറെഡി പല വീഡിയോസിലായിട്ട് നമ്മുടെ ചാനൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വീഡിയോസിൻ്റെ സെക്ഷൻ നോക്കിയിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്യും, അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി തരാം. അതായത് ഏത് ഫീൽഡിൽ നിന്ന് വന്ന ആളാണെങ്കിലും ഒരു മിനിമം ഒരു +2 ഒക്കെ ഉണ്ട്, അയാൾക്ക് ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് റീഡിങ് റൈറ്റിംഗ് സ്കില്ലുണ്ട്, മാത്തമാറ്റിക് ബേസിക് ഓപ്പറേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് പ്രോഗ്രാമിംഗ് എന്നുള്ളത്. പഠിക്കാൻ ഈസിയാണെന്ന് പറഞ്ഞു, അതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായി, ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എനിക്ക് എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. എന്നാൽ മനസ്സിലാക്കിക്കോ, IT ഫീൽഡിൽ ഇങ്ങനത്തെ നല്ല പ്രൊഫൈലുകൾ, കാരണം സ്കില്ലുള്ള ആൾക്കാരെ കിട്ടാത്തൊരവസ്ഥയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും MCA കോളേജിലൊക്കെ പഠിച്ചിറങ്ങുന്ന 90-95% കുട്ടികൾക്കും ഈ കോഡിംഗ് സ്കില്ലൊന്നും ഇല്ലാതെ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് കമ്പനീസിന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. എന്നാൽ സ്കില്ലുള്ള ആരെങ്കിലും ഉണ്ടോ അവർക്ക് ജോലി കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മുടെ തന്നെ ബ്രോക്ക് ക്യാമ്പ് എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്. +2 കഴിഞ്ഞ പിള്ളേർ, ഡിഗ്രി ഫെയിലായ പിള്ളേർ, ഡിഗ്രി പാസ്സായുള്ള PG കഴിഞ്ഞവർ, എന്നിട്ട് സ്കില്ല് സെറ്റ് ആവാത്തവർ എല്ലാവരും വന്നിട്ട് പല ടൈപ്പ് ഓഫ് ആൾക്കാരോട് വന്നിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ല ജോബിലോട്ട് കയറുന്നുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജോ LinkedIn പേജൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഫോട്ടോസ് ആയത് അവർ ഏത് പ്രൊഫൈലാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് അവർ ബേസിക് ക്വാളിഫിക്കേഷൻ ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത് നല്ല പാക്കേജിലാണ് ഈ കുട്ടികൾ കയറുന്നത്. നമ്മുടെ നാട്ടിൽ പല കോഴ്സുകളും ലക്ഷങ്ങൾ കൊടുത്ത് കയറിയിട്ട് പിള്ളേർ 10, 20, 30 രൂപ സാലറിക്കാണ് കയറുന്നത്. നമുക്കൊരു 30,000 to 1 lakh മന്ത്ലി സാലറിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ ജോബിലോട്ട് കയറാണ്. അപ്പോൾ പിന്നെ പുറത്ത് പോയി പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ തന്നെ 100K കോഡിംഗ് ചലഞ്ച് എന്ന സീരീസ് ഉണ്ട്. അത് പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ ആ സീരീസ് എടുത്തിട്ട് അതിലൊരു 5-6 വീഡിയോ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റത്തെ ഒരു 2 വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ധൈര്യം വരും, ഇത് എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഈ ഫീൽഡിൽ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ധൈര്യം വരും. അതിന് വേണ്ടിയിട്ട് 2 വീഡിയോ ട്രൈ ഔട്ട് ചെയ്യുക. 2 വീഡിയോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 5-6 വീഡിയോ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ബേസിക് കോഡിങ് ഒരു വിധം കംപ്ലീറ്റ് ആവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു 5-6 വീഡിയോ കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഒരു സബ്ജക്റ്റ്, ഒരു സെമ്മിലെ കോഡിംഗ് എന്നുള്ള ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവണം, ഫുൾ കാര്യമാണ് നിങ്ങൾ 5-6 വീഡിയോ കൊണ്ട് കംപ്ലീറ്റ് ആവണത്. അപ്പോൾ ആ രീതിയിൽ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ അതൊരു 10 വീഡിയോകളുണ്ട്, 10 വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഡിങ്ങിൻ്റെ നല്ല ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആവും. അത്ര ആയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ജോലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടും. അല്ലെങ്കിൽ അതിന് പുറമെ എക്സ്ട്രാ പഠിക്കുക. ഇപ്പോൾ മൊബൈൽ ഡെവലപ്മെൻറ്റ് പഠിക്കാം, നമ്മുടെ ചാനലുണ്ട്. വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാം, വെബ് ഡിസൈനിങ് സീരീസുകളുണ്ട്, പിന്നെ ഗിറ്റ് പോലുള്ള ടൂളുകളുണ്ട്, ഡാറ്റ സ്ട്രക്ചർ പോലെ കോറിലോട്ട് പോകുന്ന ആൾക്കാർക്കുള്ള സീരീസുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സീരീസുകളുണ്ട്. ഇതെല്ലാം പഠിക്കാനുള്ള പ്ലേലിസ്റ്റുകൾ അവിടെ ഉണ്ട്. ഇതിലൊക്കെ സംശയം വരുമ്പോൾ ഞാൻ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന പഠിച്ച ആളാണ്, എനിക്ക് എന്ത് ചെയ്യണം അടുത്തെന്നൊക്കെയുള്ള സംശയം പലർക്കും ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളെ ടീമിൻ്റെ നമ്പർ, മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറുകളിലൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുക, കോൺടാക്ട് ചെയ്യുക, എന്താ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതൊക്കെ സംശയമുള്ള ആൾക്കാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, LinkedIn പേജ്, ഈ പേജുകളിലൊക്കെ കണക്ട് ചെയ്യുക. അവിടെയൊക്കെ നമ്മളെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതിനെല്ലാം ഉപരി നമ്മളെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രോട്ടോടൈപ്പിന് ഒരു പ്രൈവറ്റ് കണ്ടന്റ് ഇല്ല. നമ്മൾ എന്തൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. ഞങ്ങൾ ഇത് പെയ്ഡ് ആയിട്ട് ആർക്കെങ്കിലും വീഡിയോസ് കാണിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അതായത് IT ഫീൽഡിൽ നമുക്ക് എന്തൊക്കെ കണ്ടന്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ വേറെ കുറേ ആൾക്കാരുടെ ഇൻ്റർവ്യൂസ്, ഇതെല്ലാം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ. ചില മാസങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ലേണിംഗ് ക്ലബ്ബുകൾ തരും. ലേണിംഗ് ക്ലബ്ബ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു 10 ദിവസം, ഒരു 15 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ഒരു സമയത്ത് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ബേസിക് കോഡിംഗ് പഠിക്കേണ്ട സപ്പോർട്ട്, അല്ലെങ്കിൽ ഇന്ന സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന സീരീസിനൊക്കെ. അപ്പോൾ ലേണിംഗ് ക്ലബ്ബിനെ കുറിച്ച് അറിയണം. ഇപ്പോൾ ഇനി കാശില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ
ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരം ഈ ലേണിംഗ് ക്ലബിലൂടെ കിട്ടും. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്കിപ്പോൾ വീട്ടിലിരുന്നിട്ട് ഓൺലൈനിൽ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ പലർക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമിലോട്ട് വരുന്നത്. അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു 6 മാസം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുൾ ഡേ എഫേർട്ട് എടുത്ത് പഠിക്കുന്ന രീതിയാണ്. അപ്പോൾ അതിലൂടെ ഒരു ഹൈ പ്രൊഫൈലാക്കി നല്ല സാലറിയിലോട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യണത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഫീ അടയ്ക്കുന്ന പോലും ജോലി കിട്ടിയിട്ട് അതിൻ്റെ സാലറിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആവശ്യമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് ബ്രോ ക്യാമ്പ് എന്നുള്ള 6 months പ്രോഗ്രാമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ prototype.in എന്നുള്ള വെബ്സൈറ്റ് കയറുക. ഈ സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അവരോട് സംസാരിക്കാനെ കുറിച്ചൊക്കെ. ഇത്രയും പ്രോഗ്രാമുകളാണ് നമുക്കുള്ളത്. അതിന് പുറമെ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് പല ഇവൻറ്റുകൾ നമ്മൾ ഓഫർ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതായത് ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഇവൻറ്റുകൾ. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലെ ഹബ്ബായാലും കാലിക്കറ്റിലെ ഹബ്ബായാലും നമ്മുടെ ട്രിവാൻഡ്രത്തെ ഹബ്ബായാലും ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് മീറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇവൻറ്റുകൾ നമ്മൾ ഹോസ്റ്റ് ചെയ്യും. അത് നമ്മുടെ ചാനലിൽ ട്യൂൺ ചെയ്യുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ്സ് തരും. ഓരോ ഇവൻറ്റ് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മളൊരു ബ്രോക്കോഡ് ചലഞ്ച് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പങ്കെടുക്കാനുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും. സോ നമുക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്യാം, ചിലപ്പോൾ 1-to-1 ആയിട്ട് ഇരുന്നിട്ടൊക്കെ കരിയറിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ കരിയർ അടുത്ത ലെവലിലോട്ട് എത്തിക്കുക, അടുത്ത ലെവലിലോട്ട് നല്ല സ്ഥലത്തോട്ട് ജോബിലോട്ട് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ ഉള്ള ഒരാൾക്ക്, ഒരു ഇൻ്റർനെറ്റും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അയാളെ ലൈഫ് രക്ഷപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പ്രോട്ടോടൈപ്പിൽ ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഡയറക്റ്റായിട്ട് ഇവിടെ വന്നിരുന്ന് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യുന്ന പരിപാടികളെല്ലാം ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്യാൻ പ്രോട്ടോടൈപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാവുക. ലൈഫ് രക്ഷപ്പെടണം എന്നുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക.